ഹലോ, ഒരു നിമിഷം ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. നമ്മൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഒരു വീട് പണി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ ഡിസൈനറെ എപ്പോഴാണ് ഹയർ ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഉടനെ പ്ലാസ്റ്ററിങ്ങിന്റെ മുമ്പായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇന്റീരിയർ ഡിസൈനറെ ഹയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് വരുന്ന ഓരോ നമ്മളെ സ്റ്റേജ് ബേസുള്ള വർക്കുകളിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വന്നിരിക്കുന്നു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കും. ഹലോ, ഒരു നിമിഷം ഇങ്ങോട്ട് ശ്രദ്ധിച്ച്. നമ്മൾ പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഒരു വീട് പണി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് റിനോവേഷൻ ചെയ്യുന്ന സമയത്ത് ഇന്റീരിയർ ഡിസൈനറെ എപ്പോഴാണ് ഹയർ ചെയ്യേണ്ടതെന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. വീടിന്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞ ഉടനെ പ്ലാസ്റ്ററിങ്ങിന്റെ മുമ്പായിട്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇന്റീരിയർ ഡിസൈനറെ ഹയർ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് വരുന്ന ഓരോ നമ്മളെ സ്റ്റേജ് ബേസുള്ള വർക്കുകളിൽ നമുക്ക് ഒരുപാട് വേസ്റ്റേജ് വന്നിരിക്കുന്നു. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കും.